അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് മുഹമ്മദ് കുഞ്ഞി, ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ സ്വദേശിയാണ്. ഇന്ന് എക്സ് മുസ്ലിങ്ങളുടെ കാലമാണല്ലോ. ഞാൻ ഒരു എക്സ് യുക്തിവാദിയാണ്. ഞാൻ യുക്തിവാദിയായിരുന്ന കാലത്ത് ദൈവവിശ്വാസം പഠിപ്പിക്കാൻ വരുന്ന ആളുകളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം, എല്ലാത്തിനും ഒരു സൃഷ്ടാവ് ആവശ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ്? തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ അവർ പറയും അതാണ് ദൈവം. ഞങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ സൃഷ്ടാവ് ആരാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു നിർണായക നിമിഷത്തിൽ എനിക്ക് അതിന്റെ ഉത്തരം കിട്ടി. ആ ഉത്തരം കിട്ടിയ ശേഷം പിന്നീട് ഒരുപാട് ചോദ്യങ്ങളെ ഉത്തരം കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ എത്തിപ്പെട്ടത്. വളരെ കാലത്തെ പഠനത്തിന്റെയും ചിന്തയുടെയും ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായി ജീവിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ, ഞാനൊരു ദൈവവിശ്വാസിയായി, ദൈവം സൃഷ്ടിച്ചാണ്, ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ പോരെ. അത് പറ്റില്ല. അപ്പോഴാണ് മതവിശ്വാസം ആണ് ദൈവത്തെ പറ്റി പഠിപ്പിക്കാൻ വരുന്നത്. അപ്പൊ എല്ലാ മതങ്ങളും ഈ ചുരുക്കി ചോദ്യത്തിലേക്ക് വന്നാൽ നല്ലത്. വളരെ വിശാലമായ ഒരു സമയം നമുക്ക് പരിമിതമാണല്ലോ. ഓക്കെ. അപ്പം ഞാനൊരു മതത്തെക്കുറിച്ച് പഠിച്ച് ഞാൻ ഇസ്ലാം മതം തിരഞ്ഞെടുത്തു. ഇസ്ലാം മതത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഏത് വിഭാഗത്തിന്റെ കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത്? ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത ഒരു യുക്തിവാദി ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവൻ ഈ എല്ലാ ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് വളരെ ചുരുക്കി കൊടുക്കാൻ സാധിക്കും. വളരെ വിശാലമായ മറുപടി ആവശ്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ചുരുക്കി പറയാം. രണ്ട് ഭാഗങ്ങളാണ് ഈ ചോദ്യത്തിനുള്ളത്. ഒന്നാമത്തെ ഭാഗം, നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ ശുദ്ധ പ്രകൃതിയിൽ തന്നെ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പടച്ചവനുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണയായി നിരീശ്വരവാദികളായ, യുക്തിവാദികളായ ദൈവനിഷേധികളോട് പറയാറുള്ളത്, എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ, സൃഷ്ടിയുണ്ടെങ്കിൽ സൃഷ്ടാവുണ്ട്, അതുകൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ സൃഷ്ടാവ് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ, എങ്കിൽ ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ചതാരാണ്, ദൈവത്തെ സൃഷ്ടിച്ചതാരാണ് എന്ന ചോദ്യം പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. ഇതിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കണ്ണൂരിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ കാൾടെക്സ് ജംഗ്ഷനിൽ ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു പ്രതിമ ഉണ്ടെങ്കിൽ ആ പ്രതിമയെ കൊത്തുപണികൾ നടത്തി ആ പ്രതിമയെ ഉണ്ടാക്കിയ ഒരു ശില്പി ഉണ്ടാവും, അല്ലേ? അപ്പൊ നമ്മൾ പറയാണ്, ഈ പ്രതിമ, ആ പ്രതിമയെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പൊട്ടിമുളിച്ചുണ്ടായതല്ല, ഒറ്റയടിക്ക് പൊട്ടിത്തെറിച്ചുണ്ടായതല്ല. അത് ഏതോ ഒരു ശില്പി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ശില്പിയുടെ പ്രവൃത്തിയുടെ ഫലമാണ് ആ പ്രതിമ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പറയാണ്, കോമൺ സെൻസ് വെച്ചിട്ട് ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയത് ഒരു ശില്പിയാണ്, അല്ലെങ്കിൽ ഈ പ്രതിമയെ ആ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ശില്പിയാണെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ചോദിക്കുകയാണ്, എങ്കിൽ ഈ പ്രതിമയെ കൊത്തുപണി നടത്തിയത് ഒരു ശില്പിയാണെങ്കിൽ ആ ശില്പിയെ കൊത്തുപണി നടത്തിയത് ആരാണ്? ഭയങ്കര യുക്തിപരമായ ചോദ്യമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ചോദ്യം കോമൺ സെൻസ് ഇല്ലാത്തതാണെന്ന് നമ്മൾ പറയും. അതേപോലെ സൃഷ്ടികൾക്ക് സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടാവ് ആവശ്യമാണ്. ആ സൃഷ്ടാവിന് സൃഷ്ടാവുണ്ടോ ചോദിച്ചാൽ അവിടെ ആ ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്? വൈരുദ്ധ്യമുണ്ട്. കാരണം സൃഷ്ടാവ് ആരാണ്? ഖാലിഖാൻ, സൃഷ്ടിക്കുന്നവനാണ്. ആ സൃഷ്ടിക്കുന്നവന് വീണ്ടും ഒരു സൃഷ്ടാവ് ഉണ്ടായാൽ ഈ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കിയ യുക്തി തന്നെ അവിടെ ഇൻവാലിഡ് ആവും. ഞാനിത് മനസ്സിലാകാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും നമുക്ക് പ്രപഞ്ചത്തിൽ ഒരു കാരണത്തെ കാണാൻ സാധിക്കും. ആ കാരണങ്ങളുടെ ശൃംഖല മുന്നോട്ട് പോകുമ്പോഴാണ്, അതായത് പിന്നോട്ട് പോയി ആണ് ഒരു പരിധി എത്തുമ്പോൾ അവിടെ കാരണങ്ങളില്ലാതെ സൃഷ്ടിക്കേണ്ടുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇത് വിശദീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഒരു ക്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ക്യൂവിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു വ്യക്തിയോട് ഞാനൊരു 50 രൂപ തരുമോ എന്ന് ചോദിക്കാം. അപ്പൊ അയാൾ പറയാണ്, നിങ്ങൾക്ക് 50 രൂപ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തൊട്ട് പിന്നിലുള്ള ആളോട് പെർമിഷൻ ചോദിക്കണം. അയാൾ പെർമിഷൻ ചോദിച്ചു. ആ പെർമിഷൻ ചോദിച്ച ആള് അയാളുടെ പിന്നിലുള്ള ആളോട് പെർമിഷൻ ചോദിക്കാൻ. അയാൾ പറയാണ്, നിങ്ങൾക്ക് പെർമിഷൻ തരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആളോട് പെർമിഷൻ ചോദിക്കണം. ഇങ്ങനെ ഈ പെർമിഷൻ ചോദിക്കൽ അനന്തമായി ബാക്കോട്ട് പോയാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, എപ്പോഴെങ്കിലും ഈ 50 രൂപ എനിക്ക് കിട്ടുമോ? കാരണം ഇത് അനന്തമായി ഇങ്ങനെ പോവുകയാണ്. ആരും വേറൊരു പെർമിഷൻ ചോദിക്കാനില്ലാതെ പെർമിഷൻ കൊടുക്കാൻ ഒരാളും ഇല്ല. അപ്പം എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ അനന്തമായി പോവുകയാണ്. ഒരിക്കലും ആ 50 രൂപ എനിക്ക് കിട്ടില്ല. ഇവിടെ നമുക്കറിയാം, എനിക്ക് ആ 50 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വേറൊരാളോട്, പിന്നിലുള്ള ഒരാളോട് പെർമിഷൻ ചോദിക്കാതെ 50 രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരാൾ അവസാനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ 50 രൂപ എനിക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഈ കാണുന്ന പ്രപഞ്ചവും ഈ സൃഷ്ടിപ്പുമെല്ലാം യാഥാർത്ഥ്യമാണ്. സൃഷ്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ആ സൃഷ്ടിപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനു പിന്നിലും പ്രപഞ്ചത്തിൽ കാര്യകാരണങ്ങളുണ്ട്, കാര്യകാരണ ശൃംഖലകളുണ്ട്. അത്
കാര്യകാരണ ശൃംഖല ഇങ്ങനെ അനന്തമായി നീണ്ടുപോയാൽ, കാരണങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു അസ്തിത്വത്തിൽ അത് അവസാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ സാധ്യമാവുകയില്ല. അതിങ്ങനെ അനന്തമായി പോവുള്ളൂ. ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറയും. അത് അനന്തമായിട്ട് ഇങ്ങനെ പോകും. പക്ഷെ നമുക്കറിയാം അത് അനന്തമായിട്ട് പോയിട്ടില്ല. നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നതുകൊണ്ട് കാരണങ്ങളില്ലാതെ ഇതിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടാവ് അവിടെ ഉണ്ടായേ തീരൂ. ഇനി ആ സൃഷ്ടാവിനും ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അനന്തമായി പോകും. വീണ്ടും പ്രപഞ്ചം യാഥാർത്ഥ്യമല്ലാതെ വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് യുക്തിപരമായി പരിശോധിച്ചു നോക്കിയാൽ തന്നെ സൃഷ്ടാവ് ബൈ ഡെഫിനിഷൻ സൃഷ്ടിച്ചവനാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു കാരണം ആവശ്യമില്ല എന്ന് ദൈവത്തിന്റെ ഡെഫിനിഷൻ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ രണ്ടാമത്തെ ഭാഗം, അതിന്റെ ഒരു പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു സൃഷ്ടാവുണ്ട്, ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ ആ സൃഷ്ടാവിനെ വിശദീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള വാദങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പലതരം മതങ്ങൾ, പലതരം ദൈവസങ്കല്പങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ പരിശോധിച്ച് നോക്കുക. നമ്മൾ ഈ രൂപത്തിൽ നമുക്ക് ഫിത്രത്ത് മുഖേന മനസ്സിലാകുന്ന, നമുക്ക് യുക്തിപരമായി കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാകുന്ന ദൈവസങ്കല്പം എങ്ങനെയുള്ളതാ? അത് ഒന്നിൽ കൂടുതലുള്ള അസ്തിത്വങ്ങളാകാൻ പറ്റില്ല. അഥവാ ബഹുദൈവത്വം പറ്റില്ല. കാരണം അവിടെ കാരണങ്ങൾ അനവധിയാകും. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ നമുക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല. മൂന്നും കൂടി ഒരു ദൈവം നമുക്ക് സാധ്യമല്ല, യുക്തിപരമായി സ്ഥാപിക്കാൻ സാധ്യമല്ല. എന്നാൽ ഏകനായ ഒരു സൃഷ്ടാവായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ആ ഏകനായ സൃഷ്ടാവ് നിരാശ്രയനായിരിക്കണം. മറ്റൊന്നിനെയും ആശ്രയിക്കുന്നതാകരുത്, മറ്റൊന്നിനോടും പെർമിഷൻ ചോദിക്കുന്നതാകരുത്, മറ്റൊന്നിന്റെ കാരണത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാകരുത്. അതുപോലെ തന്നെ ആ സൃഷ്ടാവിന് തുടക്കമോ ഒടുക്കമോ ഉണ്ടാകാൻ പാടില്ല. ആ സൃഷ്ടാവിനെ പോലെ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം സൃഷ്ടാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. എങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട ദൈവം ഏത് ദൈവമാണെന്ന് പരിശോധിച്ച് നോക്കുക. ആ അന്വേഷണം നമ്മൾ എത്തിപ്പെടുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ഉത്തരത്തിലേക്കായിരിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. അല്ലാഹു സ്വമദ്, അവൻ നിരാശ്രയനാണ്, മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി മറ്റൊന്നുമില്ല. ഈ ഒരു സങ്കല്പം, ഈ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു രൂപത്തിലുള്ള അധ്യാപനം അത് കാണുന്നത് ഇസ്ലാമിലാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ആ ഇസ്ലാമിന്റെ സത്യസന്ദേശത്തിലേക്ക് നമ്മൾ എത്തുക. എങ്കിൽ അങ്ങനെ ഇസ്ലാമിന്റെ സത്യസന്ദേശത്തിലേക്ക് നമ്മൾ എത്തിയാൽ അങ്ങനെ ഒരു പടച്ചവനുണ്ട് എങ്കിൽ ആ പടച്ചവൻ പറയുന്നത് സ്വീകരിക്കലാണ് യുക്തി. നേരത്തെ അവിടെ വിശദീകരിച്ചു. അങ്ങനെ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടച്ചവൻ പറഞ്ഞത് സ്വീകരിക്കലാണ് യുക്തി എന്നുള്ളതിലേക്ക് നമ്മൾ എത്തും. അവിടെയാണ് ഇസ്ലാം കടന്നു വരുന്നത്, പടച്ചവനുള്ള സമർപ്പണം കടന്നു വരുന്നത്. പിന്നെ അതിൽ വരാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആ സമർപ്പണം പല രൂപത്തിലാകാലോ. മുസ്ലിങ്ങളിൽ തന്നെ പലതരം ആശയങ്ങളുണ്ടല്ലോ, പല ആശയധാരകളുണ്ടല്ലോ. അവിടെയാണ് നമ്മൾ പറയുന്നത് അത് ഏറ്റവും കൃത്യമായി വിശദീകരിക്കേണ്ടത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാക്കിൽ നിന്ന് കേട്ട് അത് മനസ്സിലാക്കിയ പ്രൈമറി ഓഡിയൻസ് സ്വഹാബത്തും താബികളും തബൗ താബികളും അഥവാ സലഫുകൾ അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് അതിന്റെ ഏറ്റവും കൃത്യമായ ഇന്റർപ്രിട്ടേഷൻ. അതുകൊണ്ട് ഖുർആനും ഹദീസും അഥവാ വഹ്യ്, നാം നേരത്തെ മനസ്സിലാക്കിയ ദൈവത്തിൽ നിന്നുള്ള ദിവ്യബോധനം, അത് പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചു, അത് പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച അവിടുത്തെ പ്രൈമറി ഓഡിയൻസ് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് അതിന്റെ കൃത്യമായ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരർത്ഥകമാണ് ചോദ്യം. സൃഷ്ടാവിനെ ഒരാൾ സൃഷ്ടിക്കുന്നതോടുകൂടി ആ സൃഷ്ടാവ് പിന്നെ സൃഷ്ടിയാവും. കാരണം സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അവൻ ഈ സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ പുറത്തുള്ളവനാണ് എന്നത് തന്നെയാണ്. ആ കാര്യം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ ചോദ്യം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിലേക്ക് ഇത് ആദ്യമേ പറഞ്ഞു എന്ന ചോദ്യമാണ്. ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കും. അഥവാ ഇന്ന കാര്യം സൃഷ്ടിച്ചതാരാണ്, ഇത് സൃഷ്ടിച്ചതാരാണ്, ഇത് സൃഷ്ടിച്ചതാരാണ്. അങ്ങനെ അവസാനം ആരാണ് ഈ സൃഷ്ടാവിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യം മനസ്സിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒന്ന് ഖുൽ ആമൻതു ബില്ലാ, അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക എന്നാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് നീ ശരണം തേടുക എന്നും ഇതിന്റെ ഭാഗമായി കൊണ്ട് പറഞ്ഞത് കാണാം. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പൈശാചികതയുള്ള പിശാചിന്റെ ആളുകളാണ് ഇത്തരം ചോദ്യത്തിന്റെ പിന്നാലെ ഉണ്ടാകുക എന്നത് വിശ്വാസികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന്
മുഫസ്സിറുകളും അതുപോലെ തന്നെ ഹദീസിൻ്റെ വിശദീകരണം നൽകുന്ന പണ്ഡിതന്മാരുമൊക്കെ പറയുന്നത് കാണാം. അല്ലാഹു അലം.